നമസ്കാരം, TCB സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു. ശിക്ഷാവിധി വെള്ളിയാഴ്ച. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വിധി നിരാശാജനകമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ. ഗൂഢാലോചന തെളിയിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുരേഷൻ. ചാലക്കുടി ചായ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. തെക്കൂടൻ വീട്ടിൽ 68 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തു നിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യം. പുത്തമ്പള്ളി പാറഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ പുത്തമ്പള്ളി വാഴപ്പിള്ളി ശരത്തിനും പരിക്കേറ്റു. ചാലക്കുടി റെയിൽവേ പാലത്തിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിരുത്തിപ്പറമ്പ് കൊല്ലംപറമ്പിൽ ചന്ദ്രന്റെ മകൻ 39 വയസ്സുള്ള രതീഷ് ചന്ദ്രനാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. 7 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ സമാപനം. തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 24-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി അമ്പിളി ജയന്റെ പ്രചരണത്തിനായി ഉപയോഗിച്ച ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. CPM പ്രവർത്തകർ അമ്പിളി ജയനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി BJPയുടെ ആരോപണം. കയ്പമംഗലം പഞ്ചായത്ത് 22-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹിർ പഴൂപ്പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് വിത്ത് ഷാഹിർ എന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വെങ്കടക പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുരളി പെരുന്നല്ലി MLA പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. LDF നാട്ടിക പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. BS മണി അധ്യക്ഷനായി. LDF തളിക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം RJD ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 11,955 രൂപയായി. പവന്റെ വില 95,640 രൂപ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഇന്ന് ആഘോഷിക്കുന്നു. കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന യോഗം മുണ്ടത്തിക്കോട് CKCLP സ്കൂളിൽ നടന്നു. പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷനായി. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ കലണ്ടർ പ്രകാശനം ചെയ്തു. കടവല്ലൂർ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി ഫാദർ ലിനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റ് 2ാം ഹെൽത്ത് കാർഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് KS പതാക ഉയർത്തി. പെരിങ്ങാട് തിരുനല്ലൂർ പാടം റോഡിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. മേഖലയിൽ മുള്ളൻ പന്നികളുടെ ശല്യം വർദ്ധിച്ചുവരുന്നതായി നാട്ടുകാർ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല പണിയുന്നതിനെതിരെ KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ രൂപതകളിലെ പ്രതിനിധികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗം ചേർന്നു. പ്രാദേശിക സമരസമിതി അംഗമായ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സ്കൂൾ അണ്ടർ-17 ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംഘം ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് നാളെ യാത്ര തിരിക്കും. പെരുമ്പിലാവ് ആൽത്തറയിൽ മതിലിൽ നിന്ന് താഴേക്ക് തലയിടിച്ചു വീണ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. അസം സ്വദേശി 40 വയസ്സുള്ള ഗുൽജാർ ഹുസൈനാണ് മരിച്ചത്. സൗത്ത് കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉടമകൾ 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി മുങ്ങിയെന്ന ആരോപണം. തൃശൂരിലെ റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള 14 ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും അടച്ചുപൂട്ടി.
മതതീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിന്റെ തലവര മാറ്റി എഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും കൃഷ്ണദാസ്. കുന്നംകുളം നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം നടന്നു. സിനിമാ നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ പത്രിക പ്രകാശനം നിർവഹിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം മുൻ MLA KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്തിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ പൈങ്കുളം ഡിവിഷൻ പ്രചരണം നടന്നു. സമാപനം DCC സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുട കാക്കത്തുരുത്തിയിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അയ്യന്തോൾ മേഖല മെർച്ചന്റ്സ് അസോസിയേഷൻ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. BLM ഇരിങ്ങാലക്കുട രൂപത കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 18ാമത് ബത്ലഹേം ബൈബിൾ കൺവെൻഷൻ നടത്തും. ആളൂർ ധ്യാന കേന്ദ്രത്തിൽ ഈ മാസം 11, 12, 13, 14 തീയതികളിലാണ് കൺവെൻഷൻ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.